എമഡൻസ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് നെയ്ച്ചോറിൻ്റെ അരി എടുക്കുന്നുണ്ട് കേട്ടോ. അരി എടുക്കുമ്പോൾ കറക്റ്റ് അളന്നിട്ട് വേണം എടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ വേവിക്കുമ്പോൾ അരി എടുത്ത പാത്രത്തിൻ്റെ ഡബിൾ വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഏത് പാത്രത്തിലാണെങ്കിലും എടുക്കുന്ന കറക്റ്റായിട്ട് അളന്ന് തന്നെ എടുക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടി പോകാനോ അല്ല കുറഞ്ഞു പോകാനോ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 20 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നെയ്ച്ചോറിലേക്ക് വറുത്ത് കോരാനുള്ള സവാള ഇതുപോലെ ചെറുതായി നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള സവാള തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി, അത് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കാഷ്നട്ടും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പത്തിലേക്ക് ഒരു പാന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. തോന നെയ്യ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അതല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഡാൽഡയില്ലേ, അത് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഡാൽഡ ഒന്ന് മെൽറ്റാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡാൽഡയും നെയ്യും കൂടി ആകുമ്പോൾ വറുത്ത് കോരുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് തന്നെയായാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ, കാരണം അത് ക്രിസ്പി ആയിട്ട് വരാനുള്ളതാണ്. ഉപ്പിട്ട് കൊടുത്താൽ എന്താ പറയുക, വാടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സവാള കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മുന്തിരി ഇട്ടെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ 3 സാധനവും അധികം മൂത്ത് പോകരുത് കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ ടേസ്റ്റ് മാറും. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്ച്ചോറിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള 3 ഐറ്റംസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് അരി നല്ലപോലെ കഴുകി വാർത്തെടുക്കുക. അതായത് വെള്ളമൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇനി അടുപ്പത്തേക്ക് കുക്കർ വെച്ച് കൊടുക്കുക. കുക്കർ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് മെൽറ്റായി വരുമ്പോൾ ഒരു 3-4 കറുകമ്പട്ട, 3 ഏലക്ക, ഒരു തക്കോലം, 3-4 ഗ്രാമ്പും ലീഫും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ആ എണ്ണയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇല്ലേ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു 2 കപ്പ് ഒരു 4 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം ഒറ്റ നേരം കഴിക്കാനുള്ളതുണ്ടാവും. ഇത് നല്ലപോലെ ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ അരി 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഈ ഒരു അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് 4 കപ്പാണ്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഡബിൾ ആയിരിക്കണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം കേട്ടോ. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി തിള വരുന്നത് വരെ, അതായത് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം കുക്കർ മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വരിക, അല്ലെങ്കിൽ നമുക്ക് ചോറ് തീർന്നു പോയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഈ ഗീ റൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലപോലെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വെള്ളവും അതുപോലെ നമ്മൾ നേരത്തെ വേവിക്കുമ്പം ഗീലിട്ടിട്ട് റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തില്ലേ, അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെച്ചാൽ റൈസ് വിട്ട് നിൽക്കും. അതായത് ഒട്ടി പിടിച്ച് നിൽക്കില്ല കേട്ടോ അരി. അപ്പോൾ അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഉള്ളി വറുത്തതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വിതറി കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.